കോഴിക്കോട് തിക്കോടി പുറക്കാട് കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊപ്പരക്കണ്ടെ ചക്കാലക്കൽ ഷംസുവിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, എന്താണ് ഈ പുറക്കോട് കിണർ ഇടിഞ്ഞു താഴാൻ ഇടയ സാഹചര്യം? എന്തെങ്കിലും വലിയ അപകടം അവിടെ ഉണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 5:45 മണിക്ക് ഈ പ്രദേശത്ത് ഈ സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു. വീട്ടുകാർ വലിയൊരു ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്ന ഒരു കാഴ്ച കാണുന്നത്. പൂർണ്ണമായും കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ ആൾ, അതായത് കൊപ്പരക്കണ്ടി ചക്കാലക്കൽ ഷംസുവിന്റെ വീട്ടിന് സമീപത്തുള്ള കിണറാണ്. വീടിന് തൊട്ടടുത്തു തന്നെയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മറ്റ് അപകടങ്ങളൊന്നുമില്ല. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഗോപി, ശരി അഭിജിത്ത്, മറ്റൊരു വാർത്തയിൽ കൂടി അഭിജിത്തിന്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. അത് കോഴിക്കോട് മൂടാടിയിൽ ദേശീയപാതയിലേക്ക് മാവ് കടപുഴകി വീണു എന്നതാണ്. സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ച് നീക്കാൻ ശ്രമം നടക്കുകയുമാണ്. അഭിജിത്ത്, പറയൂ, എന്താണ് വിവരങ്ങൾ? ഗോപി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ മഴ തുടരുന്നുണ്ട്. ഈ മഴയുടെ ഭാഗമായാണ് മൂടാടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വലിയൊരു മാവ് റോഡിലേക്ക് കടപുഴകി വീണത്. ഈ സമയത്ത് അതിൽ കൂടി വാഹനങ്ങൾ, ഈ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങളൊന്നും കടന്നുപോയിട്ടില്ല. അതിനാൽ തന്നെ വലിയ ദുരന്തം ഒഴിവാവുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വാഹന ഗതാഗതം അല്പസമയം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കൊയിലാണ്ടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗം മുറിച്ചു മാറ്റി, അതിൽ കൂടി വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട്. അതിനാൽ നേരിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം മാത്രമാണ് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നുള്ളത്. ഏതായാലും ആർക്കും പരിക്കില്ല. അത് ആശ്വാസകരം തന്നെയാണ്. ഗോപി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന്.